നമസ്കാരം. ഞാൻ ഡോക്ടർ വിഷ്ണു ബി മേനോൻ, കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഇന്ന് ഏപ്രിൽ 25 ലോക മലേറിയ ദിനം. മലേറിയ അല്ലെങ്കിൽ മലമ്പനിയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും വേണ്ടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണത്. മലേറിയ എന്ന് പറയുന്നത് ഒരു കൊതുകുജന്യ രോഗമാണ്. പ്ലാസ്മോഡിയം എന്ന രോഗാണു മൂലം ആണ് ഈ രോഗമുണ്ടാകുന്നത്. പെൺ അനോഫിലസ് കൊതുക് കടിക്കുന്നതിലൂടെയാണ് ഈ രോഗം മനുഷ്യരിൽ പകരുന്നത്. ആഗോളതലത്തിൽ ഇന്നും മലേറിയ എന്ന് പറയുന്നത് ഒരു പൊതുജനാരോഗ്യ പ്രശ്നം തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് അത് കൂടുതലും കണ്ടുവരുന്നത്. ഇന്ത്യയിൽ കേസുകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. എന്നാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും മലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ പൊതുവേ മലേറിയയുടെ കേസ് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. എന്നിരുന്നാലും ഈ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ ജനങ്ങളുടെ ട്രാവലും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അതേപോലെ കൊതുകിന് വളരാനുള്ള സാഹചര്യവും കയറി വരുമ്പോൾ ഈ പറഞ്ഞ മലേറിയ കേസുകൾ നമ്മുടെ സംസ്ഥാനത്തും കൂടാനുള്ള സാധ്യതയുണ്ട്. മലേറിയ സാധാരണയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളും ഗർഭിണികളും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി തീരെ കുറഞ്ഞ ആൾക്കാരുമൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. മലേറിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് നല്ല അമിതമായിട്ടുള്ള പനി, നല്ല കുളിരോട് കൂടിയുള്ളൊരു പനി, നന്നായിട്ട് വേർക്കുകയും ഭയങ്കര ചില ആൾക്ക് നല്ല തലവേദന ഉണ്ടാകാം, ചിലപ്പോൾ വയറിളക്കം ഉണ്ടാകാം, ഭയങ്കര ക്ഷീണവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ പക്ഷെ നമ്മൾ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സുലഭമായിട്ട് അവൈലബിൾ ആണ് നമ്മുടെ ഇതിനകത്ത് ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ. മാത്രമല്ല നമുക്കിതിനെ നന്നായിട്ട് ചികിത്സിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പനി വരുമ്പോഴോ നിർത്താതെ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്തുള്ളൊരു ഡോക്ടറെ കണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ നമ്മളത് ചികിത്സിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ മലേറിയ പല സങ്കീർണതകളിലേക്കും ചിലപ്പോൾ കടക്കാം. നമ്മുടെ മറ്റ് അവയവങ്ങളെയും ബാധിക്കുകയും പിന്നെ അത് ഒരു ജീവന് തന്നെ പ്രശ്നമാകുന്ന രീതിയിലേക്ക് മാറാനുള്ള ഇടയുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മലേറിയ രോഗം വന്ന് അതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. അതിനെ പ്രതിരോധിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അതിനാകെ ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ ആഴ്ചയും ഡ്രൈ ഡേ എന്ന് പറഞ്ഞൊരു സംഭവം ഞായറാഴ്ചകളിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ പെൺകൊതുകുകൾക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ശുദ്ധജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് കൂടുതൽ പ്രിയം. അപ്പോൾ എല്ലാ ആഴ്ചയും ഞായറാഴ്ചകൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കുപ്പികൾ, പാട്ടകൾ തുറന്ന ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഓരോ ചിരട്ടകളുണ്ടാകും, ചിലപ്പോൾ റബ്ബർ ടയറുകൾ ഉണ്ടാകാം. ഇവയെല്ലാം എല്ലാ ഞായറാഴ്ചയും ജസ്റ്റ് ഒന്ന് പോയി കമിഴ്ത്തി കളയാം. ഓക്കെ, ആ വെള്ളം ഒന്ന് നമ്മൾ കമിഴ്ത്തി കളഞ്ഞ് ശരിക്കും പറഞ്ഞൊന്ന് തേച്ചൊരച്ചൊക്കെ ഒന്ന് കമിഴ്ത്തി കളയുകയാണെങ്കിൽ തന്നെ അവിടെ തന്നെ നമ്മുടെ സോഴ്സ് റിഡക്ഷൻ എന്നാണ് നമ്മളതിനെ വിളിക്കുക. അപ്പോൾ അത് എല്ലാ ഞായറാഴ്ചയും നമ്മൾ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ കൊതുകിനെ വളരാനുള്ള ഒരു ഇത് നമ്മൾ അവിടെ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഇനി മഴക്കാല സീസണും കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആകണം. കാരണം ശുദ്ധജലം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ തന്നെ ശ്രമിക്കണം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ടാങ്ക് ഉണ്ടാവും. ടാങ്കിലും ഈ പറഞ്ഞ പോലെ തുറന്നു കിടക്കുന്ന ടാങ്ക് ആണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകാം. അപ്പോൾ തുറന്നു കിടക്കുന്ന ടാങ്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അടച്ചു വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരട്ട, കുപ്പി, പാട്ട ഈ വക സാധനങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ആഴ്ചതോറും അതിനെ ഒന്ന് കമിഴ്ത്തി കളയാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഈ കൊതുകുകൾ കടിക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണ് ഈ ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോന് മനുഷ്യരെ കടിക്കാൻ കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ ആ സമയത്ത് രാത്രി കാലങ്ങളിലേക്ക് തീർച്ചയായിട്ടും വല്ല ക്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുരട്ടി നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. പുറത്തേക്ക് പറമ്പിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ കാലൊക്കെ ഫുള്ളി കവേർഡ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ, കടി കൊള്ളുന്നത് കുറയ്ക്കാനായിട്ട്. ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് മസ്കിറ്റോ നെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതും നല്ലതാണ്. പിന്നെ ഇപ്പോൾ പല വീടുകളിലും കാണുന്ന പോലെ നമുക്ക് വിൻഡോയിൽ സ്ക്രീനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴും കൊതുക് വീട്ടിനകത്തേക്ക് കയറുന്നത് നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മലേറിയ വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ചുറ്റും കൊതുകും മലേറിയയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്തേക്ക് അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഓർക്കുക, നമ്മുടെ ജാഗ്രത തന്നെയാണ് നമ്മുടെ സംരക്ഷണം. നന്ദി.